ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഗംഭീര പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം എന്തൊക്കെയാണ് പരിപാടികൾ നമുക്ക് യാത്രയിൽ ഇങ്ങനെ പറയാം. അപ്പോൾ പോകേണ്ട സ്ഥലം നമുക്ക് പുത്തമ്പള്ളിയാണ്. അപ്പോൾ പുത്തമ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമുക്കൊന്ന് യാത്രയിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂൾ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? പേര് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോകൾ കാണുക. കാരണം എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോരോ ഫ്രെയിംസ് ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിൽ വീഡിയോ എടുത്തിട്ടുള്ളത്. കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ എന്ന മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് പുത്തമ്പള്ളി. ഇവിടുത്തെ ജാറം സന്ദർശിക്കുവാൻ ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പുത്തമ്പള്ളി മഖാം. അതുപോലെ പുത്തമ്പള്ളി ആണ്ട് നേർച്ചയും പ്രസിദ്ധമാണ്. ഇതാണ് പുത്തമ്പള്ളി ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ ഇടത്ത് തിരിയുന്ന സമയത്ത് തന്നെ കാണുന്ന ഇടത്ത് ഭാഗത്തുള്ള ഈ ഒരു വഴിയിലൂടെയാണ് മഖാം സന്ദർശിക്കാനായിട്ട് വിശ്വാസികൾ പോകുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്. അത് നേരെയുള്ള റോഡാണ്. അപ്പോൾ ആ റോഡിൽ കൂടി നമുക്ക് നേരെ പോകാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ KMMൻ്റെ ഒരു ഹോസ്പിറ്റലും ഉണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് KMM ഹോസ്പിറ്റൽ. ഇതെല്ലാം തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അത്ര വീതിയുള്ള ഒരു റോഡൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം വീതിയുണ്ട്. പിന്നെ സ്കൂള് ഇവിടെ നിന്ന് ഒരു 100-200 മീറ്റർ മാറിയാണ് ഉള്ളത്. നല്ലൊരു ഗ്രാമ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളുടെ യാത്ര. അതിൻ്റെ ബോർഡെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, മഹാസംഗമത്തിൻ്റെ. സ്ഥലം എത്തുന്തോറും കൂടുതൽ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം അത്രയും നല്ലൊരു ഗംഭീര പരിപാടിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വേറെ എന്താണെന്ന് വെച്ചാൽ, ഇതിലെ ചീഫ് ഗസ്റ്റായിട്ട് വരാനുള്ളത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള സംവിധായകനും ആക്ടറും എല്ലാം ആയിട്ടുള്ള നമ്മളുടെ ലാൽ ജോസ് സാറാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലൂടെ ക്യാമ്പസ് റീയൂണിയൻ്റെ കഥ പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ എല്ലാ ഇതുപോലുള്ള ഈ റീയൂണിയനുകളുടെയും ഒരു നിറസാന്നിധ്യമാണ്. എന്നാൽ നമ്മളുടെ ഈ ഒരു മഹാസംഗമത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെയധികം വിലപ്പെട്ടതുമായിരിക്കും. ഇതാണ് സ്കൂളിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇനി ഞാനൊന്ന് പോയി നോക്കട്ടെ നമ്മളുടെ സ്ഥലം. അപ്പോൾ ഇവിടെ നല്ല പാർക്കിംഗ് സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ടത് നമ്മളിതിൻ്റെ സംഘാടകരെയാണ്. സംഘാടകരെന്ന് പറഞ്ഞാൽ വേറെ അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ടൊന്നുമല്ല, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. പക്ഷേ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എന്ത് കാര്യത്തിനും എല്ലായിടത്തും അവരുടെ ശ്രദ്ധ എത്തി എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ് നമ്മളുടെ ഈ പാർക്കിംഗ് ബേ അവർ ഒരുക്കിയിരിക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മളുടെ KMM പ്രൊഡക്ട്സിൻ്റെ ഫൗണ്ടർ പ്രസിഡൻറ്റ്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ താനൂർക്കാരൻ വണ്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മളുടെ പാർക്കിംഗ് സ്പേസിലേക്കുള്ള വരവാണ്. അപ്പോൾ താനൂർക്കാരൻ ഒരു ഹായൊക്കെ തരുന്നുണ്ട്. അങ്ങനെ നേരെ പാർക്കിംഗ് സ്പേസിൽ നല്ല സേഫായിട്ട് വണ്ടി കൊണ്ട് വെച്ചു.
ഇപ്പോഴും SPC കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ 8:30 ആയിട്ടേ ഉള്ളൂ സമയം. 10 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉള്ള എങ്ങനെയൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ പാർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പാചകശാലയിലേക്കൊന്ന് പോകാം. ഇവിടെ ഒരു ചേട്ടൻ പൈനാപ്പിളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഉള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലഞ്ചിന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമുള്ള ഫുഡ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അരി ചെമ്പുകളിൽ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാണ്ട് ചിക്കനും ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം ഏകദേശം 2500ഓളം പേർക്കുള്ള ഫുഡാണ് ഇപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഐക്യമാണ് ശരിക്കും ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീര വിജയമാകാൻ തന്നെ ഒരു കാരണം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മളുടെ ഇതിൻ്റെ സംഘാടകർ. കാരണം അവർ പലരും നാട്ടിലുള്ളവരല്ല, വിദേശ രാജ്യങ്ങളിലാണ്. പക്ഷേ അവിടെ ഇരുന്നിട്ട് പോലും അവരെല്ലാ കാര്യങ്ങളും ഇതിൻ്റെ A to Z കാര്യങ്ങൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശന കവാടം. ഇവിടെയും നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. KMM ഇംഗ്ലീഷ് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് എന്നാണ് അതിൻ്റെ പേര്. പെരുമ്പടപ്പ്, അഫിലിയേറ്റഡ് ടു CBSE ന്യൂഡൽഹി. അപ്പോഴിനി ഫ്രണ്ടിൽ കൂടി പ്രവേശിച്ചാലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആദ്യം തന്നെ കാണുന്ന ഫ്ലാഗ് പോസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഓരോരോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ സ്പോട്ടുകൾ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം സെൽഫി എടുക്കാനും സെൽഫി കോർണർ എന്നുള്ള രീതിയിലെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ 1-2 പവലിയനുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. ഇതെല്ലാം ഇതിൻ്റെ ഒഫീഷ്യൽ സ്പോൺസേഴ്സും കൂടിയാണ് ഇവരെല്ലാം. പിന്നെ ഇത് കൂടാണ്ട് ഒരു അട്രാക്റ്റിംഗ് സ്പോട്ട് എന്ന് പറയുന്നതാണ് ഇത്. നമ്മളുടെ പഴയ ഒരു ഓർമ്മയിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണിത്. അതായത് ഒരു തട്ടുകടയാണ്. പണ്ട് ഈ സ്കൂളിൻ്റെ മുന്നിൽ ഇതുപോലൊരു തട്ടുകട ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ഇവർ റീക്രിയേറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഇവിടെ റേറ്റ് കൊടുത്തിട്ടുള്ളത് 5 രൂപയാണ്. പക്ഷേ ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കാം. പൈസ അവർ ചോദിക്കില്ല. ഇതിൻ്റെ മുന്നിലുള്ള ആ ഭരണിയിൽ നമുക്ക് എത്രയാണ് നമ്മളുടെ അടുത്തുള്ള ആ എമൗണ്ട് അതിൽ ഇട്ടാൽ മതി. അല്ലാണ്ട് 5 രൂപ എന്ന് വിചാരിച്ച് 5 രൂപയ്ക്ക് തന്നെ അത് കൊടുത്ത് മേടിക്കണം എന്നൊന്നുമില്ല. ഇതും അതുപോലെ തന്നെ ഒരു സെൽഫി കോർണർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കോർണർ കൂടിയാണ്. അതായത് ആ സ്കൂളിൻ്റെ ഒരു വലിയൊരു കട്ടൗട്ട് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതെല്ലാം രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ്. വരുന്നവരെല്ലാവരും നിർബന്ധമായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. ആ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പങ്കെടുക്കുന്നവരിന് നറുക്കെടുത്തിട്ട് ഒരു സർപ്രൈസ് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഗോൾഡ് കോയിൻ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ഗ്രാൻഡ് പ്രൈസ് എന്നുള്ള രീതിയിൽ ഒരു ഡയമണ്ട് റിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് അവിടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ കൂപ്പൺ നമ്മൾ അവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലിട്ട് കഴിഞ്ഞ് അത് ഇതിൻ്റെ പരിപാടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോരോ പ്രൈസുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ്റെ അവിടെയൊക്കെ ചെറിയ രീതിയിൽ ക്രൗഡായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 9-9:15 ആവുന്നേ ഉള്ളൂ. രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഒരുപാടെണ്ണം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ജനങ്ങളവർ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ ഈ പരിപാടി നടക്കുന്ന സ്റ്റേജ്. ചെയറുകളൊക്കെ കുറച്ചേ ഇവിടെ നിരത്തിയിട്ടുള്ളൂ. ബാക്കി ഇനി വന്നുകൊണ്ടിരിക്കുന്നതാണ് ചെയറുകളെല്ലാം. ഇനിയും ഒരുപാട് ഇവിടെ
ചെയറുകൾ പ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഗ്രാൻഡ് അലുമിനിയം മീറ്റ് നടക്കുന്ന ആ സ്റ്റേജ്. ഇവിടെയും നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു റാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു LED ഡിസ്പ്ലേ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് പഴയ സഹപാഠികളെല്ലാം അവർ പരസ്പരം കാണുമ്പോഴുള്ള അവരുടെ ഓരോരോ എക്സ്പ്രഷൻസും അവരുടെ സന്തോഷവും എല്ലാം നമുക്കൊന്ന് കാണാം. മുറ്റത്തേക്ക് ഒഴുകിയെത്തിയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അല്ല ഇവിടെ വന്ന് തീരുമാനമല്ലോ. ചിലതിലെല്ലാം ഞാൻ എൻ്റെ സൗണ്ട് ഒഴിവാക്കുന്നത് അതിൻ്റെ ഒറിജിനൽ സൗണ്ട് കേൾക്കുമ്പോഴറിയാം നിങ്ങൾക്ക് അവരുടെ ശരിക്കുള്ള ആ ഒരു ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അത് കേൾപ്പിക്കാനാണ് ഞാൻ അധികം എൻ്റെ വോയിസ് ഞാൻ ഒഴിവാക്കുന്നത്. ഇത് കുറച്ച് സ്മാർട്ടായിട്ടുള്ള SPC കേഡറ്റുകളാണ്. ഇവരെല്ലാവരും കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ഭയങ്കര സ്മാർട്ടാണ് ഈ പിള്ളേരെല്ലാവരും. എല്ലാവരും ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്. എല്ലാവരും ഭയങ്കര സ്മാർട്ടായിരുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ വേറൊരു സെൽഫി കോർണറാണ്. ഇത് ഐ ലവ് KMM ബൈ KMM പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡാണ്. ഇനി എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ആർട്ട് വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഒറിജിനൽ കിണർ തന്നെയാണ്. ഇത് ആ കിണറിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരൊരു ക്ലാസ് റൂമിൻ്റെ പുറംഭാഗം ഒന്ന് അവർ റീക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ശരിക്കുള്ള കിണറാണ്. നല്ല ആഴമുള്ള ശരിക്കും വെള്ളമുള്ള ഒരു കിണർ. പക്ഷേ ആ കിണർ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലേക്ക് ഇവരൊരു ബോർഡെല്ലാം വെച്ചിട്ട് അതിലൊരു ജനലിൻ്റെ ഒരു മോഡലും ഉണ്ടാക്കി ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സെൽഫി കോർണർ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ ക്രിയേറ്റിവിറ്റി ഞാൻ സമ്മതിച്ചു. കാരണം അത്രയും പെർഫെക്റ്റായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. വിൻഡോൻ്റെ ഡോറിലെല്ലാം ശരിക്ക് പഴയ കാലത്ത് നമ്മൾ കുട്ടിക്കാലത്തെല്ലാം ചെയ്തു വയ്ക്കുന്ന പോലെ പല കാര്യങ്ങൾ എഴുതലും അതുപോലെ കോറിയിടലും എല്ലാം അതിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ അവരെടുത്ത ആ എഫേർട്ട് നമുക്ക് അഭിനന്ദിച്ചേ മതിയാകൂ. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇതെല്ലാം അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഫ്രണ്ട്സിനെയെല്ലാം വിട്ട് അകാലത്തിൽ പൊലിഞ്ഞ ഒരു സുഹൃത്തിൻ്റെ ഫോട്ടോ ആണ്. നല്ലൊരു ഫോട്ടോഗ്രാഫറും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കൂടാതെ എൻ്റെ വൈഫിൻ്റെ ക്ലാസ്മേറ്റും കൂടിയായിരുന്നു അദ്ദേഹം.
താത്താ, നമുക്ക് കേക്ക് മുറിക്കണ്ടേ? അല്ല, നമ്മളെവിടെ കട്ടി? റിംഗ് തുടങ്ങിയ സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് നൽകുന്നു കേരള ജ്വല്ലറി വടക്കേക്കാട്. കേരള ജ്വല്ലറി വടക്കേക്കാട് സപ്പോർട്ട് നൽകുന്നത് ഇദ്ദേഹം ഒരു പഴയ അധ്യാപകനാണ്, ഒരു ചിത്രകലാ അധ്യാപകൻ. വേലായുധൻ മാഷ് എന്നാണ് പേര്. ഇദ്ദേഹത്തിൻ്റെ ആ വരവിൽ ഞാൻ ഏറെ ഒരു സന്തോഷം കണ്ടത് അദ്ദേഹത്തിൻ്റെ സമയങ്ങളിൽ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയെ അദ്ദേഹം ഈ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഈ ഒരു പ്രകടനം ശരിക്കും എന്നെ ഈറനെണീച്ചു. കാരണം ഇതാണ് യഥാർത്ഥ ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം വിളിച്ചോതുന്നൊരു ഒരു നിമിഷം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മളുടെ ഗുരുക്കന്മാരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം നമുക്ക് തിരിച്ചും അവരുടെ ആ സ്നേഹവും ആ അനുഗ്രഹവും എല്ലാം ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരുന്നൊരു നിമിഷമായിരുന്നു ഇത്. ഡോക്ടറും ആംബുലൻസ് അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘവും അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ശ്രീജിത്ത് എന്ന സഹോദരൻ്റെ സാന്നിധ്യം ഈ ചടങ്ങിലേക്ക് എത്തിക്കാൻ താനൂർക്കാരനും അവസരം കിട്ടി. പഴയകാല ഓർമ്മകൾ അയവിറക്കും വിധം അസംബ്ലിയോടുകൂടിയായിരുന്നു ഈ ചടങ്ങുകളുടെ എല്ലാം തുടക്കം. അത് ലീഡ് ചെയ്തത് ആ സമയങ്ങളിലുള്ള സ്കൂൾ ലീഡറുടെ നേതൃത്വത്തിലുമായിരുന്നു. Good morning, English news online. Sunday journey teacher to see. I'm inviting Inspector Ramnath Nays for principal address. Glad to see and this assembly. I feel very happiness. Very energetic. I think most of them, but the old students are very energetic and enthusiastic. I think that feels. Okay, let's start. ഇനി ഞാൻ എൻ്റെ കഥയിലേക്ക് നടക്കണം. ഇന്ന് ഈ അസംബ്ലിയിൽ നിങ്ങൾക്ക് 2 വാക്ക് എൻ്റെ വീട്ടിൽ പറയണം എന്നത് നിങ്ങൾ റിക്വസ്റ്റ് വെച്ച് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വിദ്യാഭ്യാസം അന്നും ഇന്നും. ചേട്ടന്മാരെയും ചേച്ചിമാരെയും വേദി കളർഫുള്ളാക്കാൻ വേണ്ടി അണിനിരന്നിട്ടുള്ള കുരുന്നുകളാണ് ഇവരെല്ലാവരും. ഇവരുടെ ഒരു കളർഫുള്ളായിട്ടുള്ള വെൽക്കം ഡാൻസോടു കൂടിയാണ് നമ്മുടെ സ്റ്റേജിന് പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇവിടെ ഒരാൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് പോലെയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ബൈഹാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഇദ്ദേഹം സ്കൂൾ സ്ഥാപകരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ സദസ്സിനെ വളരെയേറെ അനുഗ്രഹീതമാക്കി. ഇനിയാണ് ആങ്കേഴ്സിൻ്റെ ഒരു മാസ് എൻട്രി. ഇത് ഒരു വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം ഒരു ആങ്കേഴ്സ് എല്ലാം ഈ രീതിയിലാണ് വേദിയിലേക്ക് എത്തുന്നതെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും പരിപാടി കളറായി. 5 പേരായിരുന്നു അവിടെ ആങ്കേഴ്സായിട്ടുണ്ടായിരുന്നത്. ആ 5 പേരും
എന്താ പറയുക, ഒന്നിനൊന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഹാങ്കേഴ്സ് തന്നെയായിരുന്നു. Ladies and gentlemen, boys and girls, the Milky Way of academicians, Your Excellency, invited guests, teachers, and all those present here. Welcome. how different is this morning? Joy and happiness by addressing the people who worked on making this occasion within reach. It is hard work for these precious souls of Cayman products that has made us all gather here today. പുത്തൻപള്ളി പെരുമ്പട പ്രദേശം ചരിത്ര പ്രാധാന്യമുള്ള ഈ ദേശത്ത് 30 വർഷം മുമ്പ് ഒരു ചരിത്ര സംഭവം നടന്നു. കൊച്ചു മക്കൾ വരെ ഇവിടെയുണ്ട്. സന്തോഷം. And here comes the chief guest of Cayman Grand Alumni 2022, Mr. Lajo sir. Please welcome Lajo sir. Yes, And his crew and the entire team, the crew team of our team. yes, this is Cayman Products Grand Alumni Meet. ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ലാൽജു സാറും ടീമിനും ഒരുപാട് സ്നേഹപൂർവ്വം നമ്മളുടെ കലാലയത്തിലേക്ക് സ്വാഗതം. Yes, കലാലയ ജീവിതം മലയാളിയുടെ മനസ്സിൽ പതിപ്പിച്ച ശ്രീ ലാൽ ജോസിനെ കേവമിന്റെ വേദിയിലേക്ക് സ്വാഗതം. Please give a huge round of applause. All day week to enjoy. അതെ, മതിയാവില്ല ഒരു നാളിലും ഈ നല്ലൊരു നഗരം ഇനിയില്ലതുപോലെ സുഖമറിയുന്ന മീറ്റ്. ഇനി നമുക്ക് ഒരു 2 ഗാനങ്ങൾ കേൾക്കാം. എല്ലാവരും റെഡി അല്ലേ? യെസ്, ഐ നോ ദാറ്റ് KMM Products is ready to give a grand and warm welcome to Lalju sir and team, and let's enjoy and listen to the music. ഓക്കെ, സാധാരണ കലാലയം ഇപ്പോൾ അറിയാം, ഇപ്പോഴത്തെ പുതിയ കുട്ടികളുണ്ട്, പഴയ 92 ഞാൻ 98 പാസ് ഔട്ട് ബാച്ചിലാണ്, ഇപ്പോൾ 2022 അപ്പം ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ എന്തായാലും ഒരു കലാലയത്തിൽ നിന്ന് ഉണ്ടാവും ഇവിടെ ഒരു CBSE സ്കൂൾ പഠിത്തത്തിൻ്റെ കൂടെ. സാറ് നേരത്തെ പറഞ്ഞിരുന്നു വിൻസി ഒഡീഷന് വന്ന ആ ഒരു ഒരു സീക്വൻസ്, അതായത് കുറച്ച് ഷാബിയായി വസൂരി കലയൊക്കെ ഉള്ള മുഖമായിട്ട് വന്നെങ്കിൽ കൂടി എന്തായിരുന്നു സാർ പറഞ്ഞ കണ്ണിലുള്ള ആ ഒരു പാഷൻ, അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചാൻസിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന പലർക്കും വാട്ട് ഈസ് ദാറ്റ് പാഷൻ എന്ന് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ആൾക്കാർക്ക് അതൊരു യങ്സ്റ്റേഴ്സിന് പ്രചോദനം. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു അഭിനയിക്കാൻ അവസരം ചോദിച്ചു വരുന്ന ആളുകൾ വിചാരിക്കുന്നത് നല്ല ആഗ്രഹമുണ്ടെങ്കിൽ നടനാവാം. വരുന്ന ആൾക്കാർ ഒരു സിനിമയിൽ ഒരു റോള് കിട്ടി അഭിനയിച്ച് ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അതിന് വേണ്ട ഒരു പെയിൻ എന്താണെന്നോ ഇതൊരു പ്രൊഫഷനാണെന്നോ അതിനുവേണ്ടി അനുഭവിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നോ അറിയാതെ ഇപ്പോൾ സ്റ്റാർസായിട്ടുള്ള ആളുകളുടെ വലിയ കാറ് വലിയ വീട്, അവർക്ക് ഒരുപാട് പൈസയുണ്ട് എന്നൊക്കെയുള്ള മിഥ്യാധാരണ വെച്ചിട്ടാണ് പല ആളുകളും ഈ പ്രൊഫഷനിലേക്കും സിനിമയിലേക്കും വരുന്നത്. അപ്പം ഇതിൻ്റെ ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷനാണ്. ലോകത്തിലെ ഏറ്റവും ഇൻസെക്യൂറായിട്ടുള്ള ജോലിയാണ് സിനിമ. അപ്പം എൻ്റെ 27ാമത്തെ സിനിമയാണിത്. ഞാൻ 33 കൊല്ലമായിട്ട് സിനിമയിലുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഭയങ്കര ഇൻസെക്യൂറായിട്ടാണ്. ഈ സിനിമ ഓഗസ്റ്റ് 18 ഇറങ്ങിയിട്ട് പൊട്ടിയാൽ ഞാൻ അൺഎക്സ്പ്രേ ആയി പോകും. തരി പോലുമില്ല കണ്ടുപിടിക്കാൻ. അത് ഓരോ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസവും അത് സംഭവിക്കുന്നുണ്ട്. തടി കഴിച്ചിലായിട്ട് പോവുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് ഒരാൾ വരുന്നതിൻ്റെ ഉള്ളിൽ അയാൾ ഓരോ റിലീസിലും ഗോയിങ് ത്രൂ 100 ഹാർട്ട് അറ്റാക്സ്. അങ്ങനെയാണ് ഓരോ സിനിമയും. അപ്പം ഇതൊരു പെയിൻഫുള്ളായിട്ടുള്ള കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴിയാണ്. അത് സെലക്ട് ചെയ്തിട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് കണ്ടറിയാം. അവർ റെഡിയാണ് അടുത്ത ഒരു ജീവിതകാലം മുഴുവൻ ഈ പെയിൻ. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അങ്ങേറ്റത്തെ പെയിൻ.
അപമാനങ്ങൾ, ഇൻസൾട്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആളുകളുടെ ഇൻസൾട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോയെന്നാണ് ഞാൻ നോക്കാറ്. അതുള്ള ആളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് വഴിയിൽ വാടിപ്പോകുന്ന ടെൻഡർ ഫ്ലവേഴ്സിന് ഇവിടെ യാതൊരു സാധ്യതയില്ല. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എനിക്കൊരു കാര്യം പറയാനുണ്ട് സർ, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ 5 പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം എന്നോട് എൻ്റെ കാര്യം ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് സാർ എടുത്തത്. എനിക്ക് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ആകെ കൂടിയുള്ളത് കോൺഫിഡൻസ് ആണ്. അത് നിങ്ങൾ 5 പേരും കണ്ടു. നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ കാണണം. ഈ സിനിമ ഞാൻ ഇതുവരെ ചെയ്ത 26 സിനിമകൾ പോലെ ആ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. ഇതിന് പുതുതായിട്ട് വേറെ ഒന്നുമില്ല. ഈ കഥ പുതിയതാണ്. ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. പുതിയൊരു കഥ പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കലി കറക്റ്റാണോ, സ്ത്രീവിരുദ്ധത ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. 2 സ്ത്രീകളുടെ കഥയാണെന്ന് മാത്രം എനിക്കറിയാം. അത് സ്ത്രീവിരുദ്ധമാവുമോ എന്ന് എനിക്കറിയില്ല. 2 പാവം പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ക് യു. കേക്ക് കട്ടിംഗ് എന്ന ചടങ്ങോടുകൂടി സ്റ്റേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പിന്നെ അതോടുകൂടി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഉത്സവമേളമായിരുന്നു ആ സ്റ്റേജിൽ കണ്ടത്.